എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ഇനി റംസാൻ വിശേഷങ്ങളിലേക്ക്. വർഷങ്ങളായി റംസാൻ വ്രതമെടുക്കുന്ന അമ്മയെയും മകളെയും പരിചയപ്പെടാം. വർഷങ്ങളായി റംസാൻ വ്രതമെടുക്കുന്ന ഒരു അമ്മയെയും മകളെയും നമുക്ക് പരിചയപ്പെടാം. ഫോർട്ട് കൊച്ചി അമരാവതിയിൽ താമസിക്കുന്ന അനുമണി, മോനിഷ എന്നിവരാണ് വർഷങ്ങളായി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. ചോറ്റാനിക്കരയിൽ താമസിച്ചിരുന്ന അനുവിൻ്റെ കുടുംബം പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് താമസം മാറുകയായിരുന്നു. 7ാം ക്ലാസ്സിലാണ് മട്ടാഞ്ചേരി GHS സ്കൂളിൽ എത്തുന്നത്. GHS സ്കൂളിൽ അനുവിൻ്റെ സഹപാഠികളെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഇവരെല്ലാവരും നോയമ്പെടുക്കുന്നത് കണ്ടാണ് 7ാം ക്ലാസ് മുതൽ അനുവും നോയമ്പ് അനുഷ്ഠിച്ച് തുടങ്ങിയത്. ഏത് സമയം മുതലാണ് ഇങ്ങനെ നോമ്പെടുക്കാൻ തുടങ്ങിയത്? 8ാം ക്ലാസ് മുതൽ എടുക്കാൻ തുടങ്ങിയതാണ്. കാരണം 7 മുതൽ കൂടെ പകുതിക്ക് വെച്ച് സ്കൂൾ മാറി വന്നതാണ്. അപ്പോൾ അത് ഫുള്ളും മട്ടാഞ്ചേരി GHS ആയിരുന്നു. 3 പിള്ളേരാണെങ്കിൽ ബാക്കിയെല്ലാം മുസ്ലിമാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ നോമ്പ് പിടിക്കുന്ന കണ്ട് ഫസ്റ്റ് 7ന് വന്നെങ്കിൽ 7ൽ പിടിച്ചൊന്നുമില്ല. പിന്നെ 8 മുതൽ ഇതിങ്ങനെ കണ്ടു. പിന്നെ അവരുടെ കൂടെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചു തുടങ്ങിയത്. പിന്നെ കുറേ നാൾ പിടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊന്നും പിടിച്ചില്ല. പിന്നെ ഇപ്പോൾ ഒരു 5-8 വർഷം 5-6 വർഷമായിട്ട് പിന്നെ സ്ഥിരമായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടുകാരികളുടെ ആ നോമ്പുകൊടുത്തം കണ്ടുകൊണ്ടിട്ടാണ് അതിനോട് താല്പര്യം. അവർ കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ 2 പേര് കഴിക്കാതിരിക്കുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന മറ്റു 2 കൂട്ടുകാരികൾ പിടിക്കുമായിരുന്നു? അല്ല, അവർ പിടിക്കത്തില്ലായിരുന്നു. അപ്പൊ ഈ മകള് നോമ്പെടുക്കുന്നത് അമ്മയുടെ നോമ്പെടുത്തം കണ്ടിട്ടാണോ? അവരുടെ ക്ലാസ്സിൽ ഫുള്ള് എല്ലാവരും മുസ്ലിം പിള്ളേർ തന്നെ, കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. നോമ്പെടുത്തിട്ട് എന്താണ് ഒരു അനുഭവം? പ്രത്യേക ഫീലല്ലേ നമുക്ക്. എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് തന്റെ സഹപാഠികളെല്ലാം പട്ടിണിയിരിക്കുമ്പോൾ താൻ എങ്ങനെ ഭക്ഷണം കഴിക്കാനാണെന്ന ചിന്തയാണ് അനുവിനെ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസം കഴിഞ്ഞും അനു ഇത് തുടർന്നു വന്നു. വിവാഹത്തിന് ശേഷം കുറച്ചുകാലം നോമ്പ് അനുഷ്ഠിച്ചില്ലെങ്കിലും ഇപ്പോൾ 6 കൊല്ലം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചു വരികയാണ് അനു. അമ്മയുടെ വ്രതാനുഷ്ഠാനം കണ്ടാണ് മകൾ മോനിഷയും വ്രതമെടുക്കാൻ തുടങ്ങിയത്. മോനിഷയും GHS സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മോനിഷയുടെയും സഹപാഠികളിലും ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായിരുന്നു. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഉണർവേകുന്നതായി അനുമണി വ്യക്തമാക്കി. ഒരു നല്ല സംരംഭക കൂടിയാണ് അനുമണി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.